ചക്രപാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 173/2024 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ശരിയുത്തരം സൂററ്റ് ഗുജറാത്തിലാണ്. രണ്ടാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? ശരിയുത്തരം കാർബുഡേ. മൂന്നാമത്തെ ചോദ്യം, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്? ശരിയുത്തരം ഓപ്ഷൻ ബി, PC മഹലനോബിസ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ശരിയുത്തരം ഓപ്ഷൻ എ, ചില്ലറ വില. അഞ്ചാമത്തെ ചോദ്യം, സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി, നിക്ഷേപം. ആറാമത്തെ ചോദ്യം, രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ആ പ്രസ്താവന തെറ്റാവാനാണ് സാധ്യത. പാർലമെന്റ് ലോക്സഭയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. നിയമസഭ പരിഗണിച്ചു കഴിഞ്ഞാൽ അത് രാജഗോപാലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കീഴിൽ ഞങ്ങളിപ്പോൾ പറയുന്നത് ആ പ്രസ്താവന തെറ്റായിട്ടാണ് പറയുക. ലോക്സഭയിലേക്കാണ് സുരേഷ് ഗോപി ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, BJPയിലെ പ്രതിനിധി. രണ്ടാമത്തെ പ്രസ്താവന, അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റ് അംഗമാകുന്നത്. ആ പ്രസ്താവനയും തെറ്റാണ്. രാജ്യസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് പ്രസ്താവനയും തെറ്റാണ്. ഓപ്ഷൻ ഡി, രണ്ടും തെറ്റ്. ഏഴാമത്തെ ചോദ്യം, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, പൊതുഭരണമെന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. ആ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന, ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആ പ്രസ്താവന ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി 1, 3 ശരി. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്, അതും ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ശരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 ശരി. പത്താമത്തെ ചോദ്യം, കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. അത് തെറ്റാണ്. അത് അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്, ഓൾ ഇന്ത്യ സർവീസ്. രണ്ടാമത്തെ പ്രസ്താവന, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ആ പ്രസ്താവന ശരിയാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി, 2, 3 മാത്രം ശരി. 11ാമത്തെ ചോദ്യം, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര് എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ എ, മെറ്റ. 12ാമത്തെ ചോദ്യം, ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, റൂട്ടർ. 13ാമത്തെ ചോദ്യം, ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, റാൻസം വെയർ. 14ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രകാരം ആൻസർ ഇല്ല. 15ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ, 1993. 16ാമത്തെ ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, SK വസന്തൻ. 17ാമത്തെ ചോദ്യം, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളയാണ് എനിക്കിഷ്ടം. ഇത് ആരുടെ വാക്കുകളാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ, MT വാസുദേവൻ നായർ. 18ാമത്തെ ചോദ്യം,
മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം ഓപ്ഷൻ ഡി ചെണ്ട. 19ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: റാം, കാഷി മെമ്മറി, റോം, സെക്കൻഡറി മെമ്മറി. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ റാം. 20ാമത്തെ ചോദ്യം, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ സി സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. 21ാമത്തെ ചോദ്യം, ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്ത്? ശരി ഉത്തരം ഓപ്ഷൻ സി മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. 22ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര? ശരി ഉത്തരം ഓപ്ഷൻ എ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ വരെ പിഴയിടാം. 23ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സമയപരിധി എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി 48 മണിക്കൂർ. 24ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് രേഖാ ശർമ്മയെ എഴുതാൻ പറ്റൂ. ശരി ഉത്തരം ഇല്ല. ശരി, നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. 9ാമത്തെ അധ്യക്ഷയാണ്. 25ാമത്തെ ചോദ്യം, വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ഗാർഹിക പീഡന നിയമം. 26ാമത്തെ ചോദ്യം, ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ശരി ഉത്തരം ഓപ്ഷൻ ഡി നവംബർ 10. 27ാമത്തെ ചോദ്യം, കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി. 28ാമത്തെ ചോദ്യം, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആരുടേതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇടശ്ശേരി. 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി സുനിൽ ഛേത്രി. 30ാമത്തെ ചോദ്യം, ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ഇന്ദുലേഖ. 31ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി അവശിഷ്ട അധികാരങ്ങൾ. 32ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? ശരി ഉത്തരം ഓപ്ഷൻ ഡി പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? പ്രസ്താവനകൾ ഇതൊക്കെയായിരുന്നു. 1 വക്കം പുരുഷോത്തമൻ സ്പീക്കർ ആയിട്ടുണ്ട്. 2ാമത്തെ പ്രസ്താവന കെ മുരളീധരൻ തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന പി ശ്രീരാമകൃഷ്ണൻ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന സി രവീന്ദ്രനാഥ് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. അതായത് വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ് തന്നിട്ടുള്ളതിൽ സ്പീക്കർ ആയിട്ടുള്ളത്. 34ാമത്തെ ചോദ്യം, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? 1ാമത്തെ പ്രസ്താവന അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. തെറ്റാണ്. 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2ാമത്തെ പ്രസ്താവന കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. 3ാമത്തെ പ്രസ്താവന കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി.ടി. ഉഷ. ആ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി 1 തെറ്റ് 2ഉം 3ഉം ശരി. 36ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആർദ്രം. 37ാമത്തെ ചോദ്യം, ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി 5 കിലോമീറ്റർ. 38ാമത്തെ ചോദ്യം, ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. അത് തെറ്റാണ്. 2ാമത്തെ പ്രസ്താവന പ്രവർത്തനവും
പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിൽ ആയിരിക്കും. ആ പ്രസ്താവനയും തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. അത് ശരിയാണ്. അതുകൊണ്ട് ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സി ഓപ്ഷൻ 1, 2 മാത്രമാണ് തെറ്റ്. 39ാമത്തെ ചോദ്യം പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് കിലോ വാട്ട് അവർ, വാട്ട്, ജൂൾ സെക്കൻഡ്, ഹോഴ്സ് പവർ. ഇതിനകത്തെല്ലാം പവറിൻ്റെ യൂണിറ്റ് തന്നെയാണ്. വരാൻ സാധ്യത കിലോ വാട്ട് അവർ ആയിരിക്കാം. എ ഓപ്ഷൻ. 40ാമത്തെ ചോദ്യം 39ാമത്തെ ചോദ്യം ചിലപ്പോൾ ക്യാൻസൽ ആവാനാണ് സാധ്യത. 40ാമത്തെ ചോദ്യം നാസ ഗോസ് യു, NASA GOES, നാസ ഗോസ് -U ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്താണ്? ശരിയുത്തരം ഓപ്ഷൻ എ, പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേക്ഷണം. 41ാമത്തെ ചോദ്യം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ കേരള ജ്യോതി, ബി കേരള രത്നം, സി കേരള പ്രഭ, ഡി കേരള ശ്രീ. ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി കേരള രത്നം. 42ാമത്തെ ചോദ്യം പാംലു PAMLOU എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ മണിപ്പൂരാണ്. 43ാമത്തെ ചോദ്യം മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. അതും ശരിയാണ്. അതുകൊണ്ട് പ്രസ്താവന ഓപ്ഷൻ എ ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 44ാമത്തെ ചോദ്യം ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ശരിയുത്തരം ഓപ്ഷൻ ഡി ഓവർലേ വിശകലനം. 45ാമത്തെ ചോദ്യം രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് നദികൾക്കിടയിലാണ് രചന ദോബ്? ശരിയുത്തരം ഓപ്ഷൻ ബി രവി ചിനാബ് നദികൾക്കിടയിൽ. 46ാമത്തെ ചോദ്യം ശരീരത്തിനാവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്. 47ാമത്തെ ചോദ്യം ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ പ്രസ്താവന ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ആ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി ഇൻസുലിൻ്റെ പ്രഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ ബി 1, 3 മാത്രം. 48ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ. ഓക്സിജൻ ഉൾപ്പെടുന്നില്ല. 49ാമത്തെ ചോദ്യം ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ജീവകം എ സിറോഫ്താൽമിയ, അത് ശരിയാണ്. ജീവകം ഡി റിക്കറ്റ്സ്, അതും ശരിയാണ്. ജീവകം സി സ്കർവി, അതും ശരിയാണ്. ജീവകം B1 പെല്ലാഗ്ര, അത് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ജീവകം B1 പെല്ലാഗ്ര അല്ല. ആ പ്രസ്താവനയാണ് തെറ്റ്. 50ാമത്തെ ചോദ്യം വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ വൈറസ്. 51ാമത്തെ ചോദ്യം കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? പ്രസ്താവനകൾ ബ്രഹ്മപുരം, കോഴിക്കോട്, കായംകുളം. അതിൽ ശരിയുത്തരം ഓപ്ഷൻ ഡി ബ്രഹ്മപുരവും കോഴിക്കോടുമാണ്. 1, 2 ശരി. ബ്രഹ്മപുരം, കോഴിക്കോട്. കായംകുളത്തിന് നാഫ്തയാണ് ഇന്ധനം. 52ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ BABIT ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ശരിയുത്തരം ഓപ്ഷൻ ബി ആന്റിമണി. 53ാമത്തെ ചോദ്യം റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ് റീഗൽ വാട്ടർ. 54ാമത്തെ ചോദ്യം ഈ റീഗൽ വാട്ടർ എന്ന് പറയുന്നത് അക്വാ റീജ് തന്നെയാണ്. അടുത്ത 54ാമത്തെ ചോദ്യം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി ഓസ്മിയം. 55ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? ശരിയുത്തരം ഓപ്ഷൻ സി
ഹൈദരാബാദ്. ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഓപ്ഷൻ സി ആണ്, ഹൈദരാബാദ്. 56-ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എ ഓപ്ഷൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, അത് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പെറ്റർലു കൂട്ടക്കൊല റഷ്യൻ വിപ്ലവമാണ്, അത് തെറ്റാണ്. പെറ്റർലു കൂട്ടക്കൊല വ്യാവസായിക വിപ്ലവമാണ്, ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവമാണ്. ഓപ്ഷൻ സി ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, അത് ശരിയാണ്. ഓപ്ഷൻ ഡി പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതും ശരിയാണ്. അതേസമയം തെറ്റ് ഓപ്ഷൻ ബി ആണ്, പെറ്റർലു കൂട്ടക്കൊല റഷ്യൻ വിപ്ലവമല്ല, അത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമാണ്. 57-ാമത്തെ ചോദ്യം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ഇരവി പേരൂർ. 58-ാമത്തെ ചോദ്യം, 1947 തൃശ്ശൂരിൽ വച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി കെ കേളപ്പൻ. 59-ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി. 60-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് ദേശീയ സമരകാലത്തെ പത്രങ്ങളും അതിന്റെ നേതാക്കളും. ഇവിടെ തന്നിരിക്കുന്നത് ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയാണ്. വന്ദേ മാതരം എന്ന പത്രം ലാല ലജപത് റായ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നൗറോജി. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. എ 2, ബി 3, സി 5, ഡി 1. 61-ാമത്തെ ചോദ്യം, അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ജനങ്ങളെ ഈ സാക്ഷരതാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്, ശരിയാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ എല്ലാം ശരി. 62-ാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്, അത് തെറ്റാണ്. സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. രണ്ടാമത്തെ പ്രസ്താവന കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്, ആ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ, ആ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ 2ഉം 3ഉം. 63-ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം, അതും ശരിയാണ്. അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. 64-ാമത്തെ ചോദ്യം, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി സെറിബെല്ലം. 65-ാമത്തെ ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ്. 66-ാമത്തെ ചോദ്യം, ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി കാർവേ കമ്മിറ്റി. 67-ാമത്തെ ചോദ്യം, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ 1995. 68-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി കേരളം. 69-ാമത്തെ ചോദ്യം, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി 111. 70-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ കമ്മിറ്റി തുങ്കൻ കമ്മിറ്റി, ശരിയാണ്. രണ്ടാമത്തെ കമ്മിറ്റി കാക്ക കലേക്കർ കമ്മിറ്റി, തെറ്റാണ്, അത് പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. മൂന്നാമത്തെ കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ശരിയാണ്. നാലാമത്തെ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി, അതും ശരിയാണ്. അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 ശരി. ഇനിയുള്ളത് മാത്സിന്റെ ചോദ്യങ്ങളാണ്. 71-ാമത്തെ ചോദ്യം,
1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ശരിയുത്തരം ഓപ്ഷൻ എ 1275. 1275. 72ാമത്തെ ചോദ്യം, 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 രൂപ ആണെങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര? ശരിയുത്തരം ഓപ്ഷൻ സി 5.4. 73ാമത്തെ ചോദ്യം, ഒറ്റയാൻ ആര്? 2, 3, 5, 7, 8, 11, 13. ഇതിൽ ഒറ്റയാൻ 8 ആണ്. ബാക്കി എല്ലാ സംഖ്യകളും അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 8. 74ാമത്തെ ചോദ്യം, ഒരു ശ്രേണി തന്നിട്ട് അതിൻ്റെ 25ാം പദം കണ്ടുപിടിക്കാനാണ്. ശ്രേണി ഇതാണ് 10, 7, 4 എക്സെട്ര. ഈ ഒരു പാറ്റേണിന്റെ 25ാമത്തെ പദം എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി -62. 75ാമത്തെ ചോദ്യം, 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകും? ശരി ഉത്തരം ഓപ്ഷൻ ബി 60. 76ാമത്തെ ചോദ്യം ബോർഡമാസ് വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ബോർഡിൽ കാണാം 4 × 5 പ്ലസ് ബ്രാക്കറ്റിനകത്ത് 14 + 8 -36/9. ഇതിന്റെ വില എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി 38. 77ാമത്തെ ചോദ്യം, എക്സിന്റെ 15% എന്നത് വൈയുടെ 20%-ന് തുല്യമായാൽ x/y എത്ര? ശരി ഉത്തരം ഓപ്ഷൻ ബി 4:3. 78ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടക്കും? ശരി ഉത്തരം ഓപ്ഷൻ ഡി 45. 79ാമത്തെ ചോദ്യവും ബോർഡിൽ കാണാം. 1.7 × 0.028 the whole divided by 0.068 × 0.014. ശരി ഉത്തരം ഓപ്ഷൻ ബി 5. 80ാമത്തെ ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ്. ബോർഡിൽ കാണാം AYIN, BWLM, DUOL, -KQUJ. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, GSRK. ഇനി അടുത്ത ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങളാണ്. 81ാമത്തെ ചോദ്യം, they hardly remember anything, question mark. ശരി ഉത്തരം ഓപ്ഷൻ ഡി, do they. 82ാമത്തെ ചോദ്യം, as little Albert could not dash his nagging mother, he decided to leave home. ശരി ഉത്തരം ബി, put up with. 83ാമത്തെ ചോദ്യം, the students found the project to be dash because it was very easy. ശരി ഉത്തരം ഓപ്ഷൻ ഡി, a piece of cake. 84ാമത്തെ ചോദ്യം, substitute the underlined phrase with any one of the following words. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ് ടു ബി ഓൾ പവർഫുൾ. അതിൽ ഓൾ പവർഫുൾ ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാക്ക് എന്ന് പറയുന്നത് ഒംനി പൊട്ടൻറ്റ്, OMNIPOTENT. ശരി ഉത്തരം ഓപ്ഷൻ സി, ഓംനി പൊട്ടൻറ്റ്. 85ാമത്തെ ചോദ്യം, റിച്ചാർഡ് റെഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ ഫ്രീ റൈഡ് ബിക്കോസ് ഹി വാസ് ഡാഷ് ഓണറബിൾ മാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ആൻ ഓണറബിൾ മാൻ. 86ാമത്തെ ചോദ്യം, the registrar of the university said that the students dash earn 85% attendance to be eligible to appear for the examination. ശരി ഉത്തരം ഓപ്ഷൻ എ, should. 87ാമത്തെ ചോദ്യം, Mr. Gopal accompanied by his 2 managers, dash leaving for London. ശരി ഉത്തരം ഓപ്ഷൻ ബി, is. 88ാമത്തെ ചോദ്യം, if you work with confidence, you dash will succeed. ശരി ഉത്തരം ഓപ്ഷൻ സി, will succeed. 89ാമത്തെ ചോദ്യം, if your team dash again, you will be out of the competition. ശരി ഉത്തരം ഓപ്ഷൻ ബി, lose. സ്പെല്ലിംഗ് ഇതാണ്, LOSE, ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദി അന്റോണിയം ഓഫ് ദ വേർഡ് ക്ലിയർ. ക്ലിയർ എന്ന വാക്കിന്റെ അന്റോണിയം കണ്ടെത്താനാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ, മർക്കി, MURKY. 91 മുതൽ മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 91ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഏതു വിദേശികൾക്കും നമ്മുടെ മര്യാദക്കേടുകൾ മനസ്സിലാവും. ആ പ്രസ്താവന തെറ്റാണ്.
മൂന്നാമത്തെ പ്രസ്താവന ആ മലവെള്ളം കുറേ ദിവസം നിന്നു. ആ പ്രസ്താവന ശരിയാണ്. നാലാമത്തെ പ്രസ്താവന 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും. ആ പ്രസ്താവനയും തെറ്റാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം ശരി. 92ാമത്തെ ചോദ്യം ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ഫോർ ബുക്കാണ്. ബി ചിത്മയം. ചിത്ത് പ്ലസ് മയം. ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം. 93ാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. ശരി ഉത്തരം ഓപ്ഷൻ സി താരം താരകം. അതാണ് കൂട്ടത്തിൽ ചേരാത്തത്. 94ാമത്തെ ചോദ്യം മഞ്ഞ് തൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹ രൂപം കണ്ടെത്തുക. ശരി ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. 95ാമത്തെ ചോദ്യം താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഈ 2 വീതം, അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന ഈ 2, അത് ശരിയാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. 96ാമത്തെ ചോദ്യം നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി കഷ്ടപ്പെടുക. 97ാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏത്? ശരി ഉത്തരം ഓപ്ഷൻ ബി മക്കൾ. 98ാമത്തെ ചോദ്യം മലയാളത്തിന്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദി അല്ലാതെ വേറെയൊന്നില്ല. 99ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. അർദ്ധവിരാമം എന്ന് പറഞ്ഞാൽ ഞാൻ ശരി ഉത്തരമാണ് പറയുന്നത്. അർദ്ധവിരാമം രോദിനി, അപൂർണ വിരാമം ഭിത്തിക, പൂർണ്ണ വിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ A3, B4, C1, D5. 100ാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ശരി ഉത്തരം തെറ്റായ ജോഡി ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ദന്തഗോപുരം. തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം, അതാണ് തെറ്റായ ജോഡി. ഇത്രയുമാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും.